KPSC ലളിത എന്ന് പറയുന്ന ആക്ട്രസ് ഞാനൊക്കെ സിനിമ കണ്ടു തുടങ്ങുന്ന കാലഘട്ടം മുതൽ പരിചയമുള്ളതാണ്. പരിചയം എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ കൂടി. എന്നാൽ ഞാൻ സിനിമയിൽ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ സിനിമാ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് ലളിത ചേച്ചി നേരിട്ട് പരിചയപ്പെട്ടു. എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിലെ അമ്മ നടികളിൽ ചേച്ചി തുടങ്ങിയത് സഹോദരിയായിട്ടും നായികയായിട്ടൊക്കെയാണ് തുടങ്ങിയത്. പക്ഷെ പിന്നീട് ഞാനൊക്കെ സിനിമയിൽ വരുമ്പോൾ ചേച്ചി അമ്മ നടിയായി. അമ്മ നടികളിൽ ഏറ്റവും ഡിഫറൻ്റായിട്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു ആക്ട്രസ്സാണ് ലളിത ചേച്ചി, ഒരു സംശയമില്ല. അതായത് ചേച്ചിക്ക് ഒരു നിർബന്ധമുണ്ട്, ഒരു സിനിമയിൽ ചെയ്തതുപോലത്തെ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ ഒരു അഭിനയ രീതി മറ്റൊന്നിൽ വരരുത് എന്ന്. ചിലപ്പോൾ ഈ പല ഡയറക്ടേഴ്സും കഥാപാത്രങ്ങൾ കൺസീവ് ചെയ്യുന്ന സമയത്ത് പരസ്പരം അറിയാതെയാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ചില സിമിലാരിറ്റിയൊക്കെ കഥാപാത്രങ്ങൾക്ക് വരാം, വസ്ത്രധാരണത്തിൽ വരാം, മാനറിസത്തിൽ വരാം, സ്വഭാവത്തിൽ വരാം, ഒക്കെ വരാം. പക്ഷേ ചേച്ചി വളരെ ബുദ്ധിപൂർവ്വം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചേച്ചിയുടെ ഒരു സ്വന്തം ശൈലി ആ കഥാപാത്രത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. എൻ്റെ പല സിനിമകളിലും ഒരു നിറസാന്നിധ്യമായിരുന്നു ലളിത ചേച്ചി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കടിഞ്ഞൂൽ കല്യാണം ചേച്ചിക്ക് ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് കിട്ടി. പിന്നെ സ്വപ്നം കൊണ്ട് തുലാഭാരം, പിന്നെ കഥാനായകൻ, ഒരു സ്മോൾ ഫാമിലി, അങ്ങനെ പല സിനിമകളിലും ചേച്ചി ഉണ്ടായിരുന്നു. സ്വപ്ന ലോകത്തെ ബാലഭാസ്കരൻ, അതിനകത്ത് ഒരു ഗഡിലം ക്യാരക്ടറാണ് ചേച്ചി ചെയ്തിരുന്നത്. അപ്പോൾ കഥ ചിന്തിക്കുമ്പോൾ നമുക്ക് ചിലരെ നിർബന്ധമായിട്ടും വേണമെന്ന് തോന്നും. അതാണ് ലളിത ചേച്ചിയുടെ പ്രത്യേകത. തീർച്ചയായിട്ടും മലയാള സിനിമയിൽ ഒരുപാട് വർഷങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു അത്യപൂർവമായ ഒരു കലാകാരി തന്നെയാണ് ലളിത ചേച്ചി. പിന്നെ ഒരു അമ്മ കഥാപാത്രം ലീഡ് ചെയ്യുന്ന സിനിമ, അത്തരം സിനിമകൾ വളരെ അപൂർവമായിരിക്കും. അങ്ങനെ ഒന്നാണ് ആദ്യത്തെ കൺമണി. അപ്പോൾ ആ കഥ ചർച്ച ചെയ്യുന്ന സമയത്തും റാഫി മെക്കാട്ടിനും എനിക്കും വളരെ നിർബന്ധമായിരുന്നു ആ സെൻട്രൽ ക്യാരക്ടർ ലളിത ചേച്ചി തന്നെ വേണം. കാരണം ആ ഒരു ഡോമിനേഷനിലേക്ക് എത്താൻ ശബ്ദം കൊണ്ടും മുഖം കൊണ്ടും ചലനം കൊണ്ടും ഒക്കെ എത്താൻ ലളിത ചേച്ചിക്ക് മാത്രമേ പറ്റത്തുള്ളൂ.